പാടിയിട്ട്? പാടി, തൊണ്ട ട്രൈ ആയി ചെറുതായിട്ട്. ചെറുതായിട്ട് ചോദിക്കാം നമുക്ക്. ഹരിച്ചേട്ടാ. അനുഷ്ക, എന്തോ പിന്നെ മോളെ, ഇതൊരു വലിയ പാട്ടാണ്. ഇത് വിദ്യാജിയുടെ ഒരു ഗംഭീര സോങ്. അതും ദാസാറും ചിത്രമായും പാടി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറം പാടാനില്ല. ആ രീതിയിലാണ് ദാസാറിന്റെ. എനിക്ക് അത്രയും ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. കാത്തിരിപ്പു, അത് പഠിക്കേ. കാത്തിരിപ്പൂ കൺമണി കൺമത്താരേ, അത്രേ ഉള്ളൂ. കൺമണി കാത്തിരിപ്പു കൺമണി. കാത്തിരിപ്പൂ പൂ കൺമണി. ഇപ്പോഴും കൺമണി. കൺമണി. ആ, അതൊരെണ്ണം. പിന്നെ മോഹാർദ്രമീ. മോഹാർദ്രമീ. എന്തിനിത്ര സ്പീഡ് മോളെ? ഈ പാട്ട് ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ളൊരു സോങ് അല്ലേ? ഇതൊരു പ്രേക്ഷകൻ കേൾക്കുമ്പം അതിൻ്റെ സംഗതി ഒന്നുമല്ല നോക്കുന്നത്. ഫസ്റ്റ് നോക്കുന്നത് അത് എന്നെ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ആ പാട്ട് കേൾക്കുമ്പോൾ ആ ആളുടെ മനസ്സിലിത് എത്ര സ്വാധീനിക്കുന്നുണ്ടെന്നാണ് അല്ലേ? അപ്പം താരേ മോഹാർദ്രമീ മൺകോണരേ. എനിക്കതൊന്നും ക്ലിയർ ആയില്ല. ഭയങ്കര റഷ് നിങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കുറയ്ക്കണം. ഭയങ്കര റഷ് ഉണ്ട്. എല്ലാവർക്കും ഒരു പാടുന്നതിൻ്റെ സ്പീഡുണ്ട്. ഒരുപാട് എക്സീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കാത്തിരിപ്പൂ മോഹമായി എന്നല്ലേ? മോഹമായി കാത്തിരിപ്പൂ മോഹമായി. ആ, അവിടെയൊക്കെ സ്റ്റേബിൾ അല്ലായിരുന്നു കേട്ടോ. അതുപോലെ അനുപല്ലവിയുടെ സ്റ്റാർട്ടിങ് പഠിക്കേ. പാടി 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 ദാ പാടി ഡി പാടി പാടി മനം നൊന്തു മനം നൊന്തു മനം അത്ര ഇല്ല. മനം നൊന്തു. അതായത് ആ സംഗതി അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണ്ട. മനം നൊന്തു പാടി പാഴ്കൂട്ടിലേതോ. ഈ രണ്ട് ഇതിങ്ങനെ പോവാ എല്ലായിടത്തും. അപ്പൊ ആ ഷിഫ്റ്റ് കറക്റ്റ് അറിയണം, ഇല്ലെങ്കിൽ അത് നമുക്കത് ഫീല് കിട്ടില്ല. മനം നൊന്തു പാടി താരേ താരേ താരേ. അപ്പോ ഓക്കെ, അനുഷ്ക കുറച്ചുകൂടി ഒന്ന് ബാക്ക് ഇൻ ആക്ഷൻ ആവണം. കുറച്ച് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു പാട്ട് എന്തായാലും കൊണ്ടുവന്നതിന് താങ്ക്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. മോളെ, ഉഗ്രം പാട്ടടാ. നമ്മുടെ ഈ പാട്ട് ഇന്ന പാട്ടെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിൽ ഒരു സന്തോഷം വന്നു ഞങ്ങൾക്ക്. മോളെ, ഞാനൊരു കാര്യം, നമ്മൾ ആരെ കുറ്റം പറയുമെന്ന് പറഞ്ഞിട്ട് അതാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഞാനെ പറയാം മക്കളെ. മോനെ, ഒരു പാട്ട് എടുക്കുമ്പോഴേ നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ആ പാട്ട് അങ്ങ് കേട്ടിട്ട് അതിനകത്ത് കുറച്ച് സംഗതി അതിങ്ങോട്ട് വലിച്ചു പറിച്ചെടുത്തിട്ട് അത് മാത്രം കുത്തിയിരുന്ന് അങ്ങ് പ്രാക്ടീസ് ചെയ്ത് ആ സംഗതിയെ കൂടുതൽ ബലൂണൈസ് ചെയ്ത് സംഗതി മാത്രമാക്കി അതിൻ്റെ ടോട്ടൽ ഫീലെന്ന് പറഞ്ഞൊരു സാധനത്തിനെ മറന്നിട്ടാണ് നിങ്ങൾ പാടുന്നത്. അതാണ് എനിക്ക് തോന്നിയത്. ഇതിനൊരു ഒരു സുഖമില്ലേ? അത് മോളെ, ഏതോ ഒരു സ്ഥലത്ത് കുറച്ച് ക്ലാസിക്കൽ ഭാവവും വന്നു. അതിൽ ഒരു കീർത്തനമൊക്കെ പാടുന്ന പോലെ. അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. ഇത് നല്ല എന്താ പറയണ്ട, ഒരു കുളിർ തെന്നൽ പോലെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തട്ടിപ്പോകേണ്ട ഒരു പാട്ടാണ്. അത്ര സ്വീറ്റ്, ഉഗ്രം കോമ്പോസിഷൻ. അത് പറയാതിരിക്കാൻ വയ്യ. വിദ്യാനാച്ചി വെച്ച് തിമിർത്തേക്കാണ്. ദാസേട്ടന് ചിത്ര ചേച്ചി നിന്ന് പാടി അതിനകത്ത് റെഡിയാക്കി തന്നിട്ടുണ്ട്. അതങ്ങോട്ട് കേട്ട് അതങ്ങോട്ട് ഒപ്പിയെടുക്കുക. ഞാൻ പറഞ്ഞ മോളെ, കോപ്പി അടിക്കാനല്ല, അതിൻ്റെ വികാരം ഉൾക്കൊണ്ട്. നിങ്ങളൊക്കെ എന്ത് ജ്ഞാനസ്ഥരാ. അത് ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ്. എന്ത് കൊടുത്താലും ടക്കെന്ന് ഒപ്പിയെടുത്തിട്ട് പാടും. ഒരു സംഗതി മാത്രമല്ല പാട്ട്, അതിൻ്റെ വികാരം, അതിൻ്റെ ഒരു പേസ്. ഒരു ആ സംഗതിക്കൊരു പേസ് ഉണ്ട്. അല്ല എവിടെ പോകുന്നു അതൊന്നും മനസ്സിലാവത്തുള്ളൂ. ഈ കേൾക്കുന്ന ആഹാ എന്ന് പറയണമെങ്കിൽ അത് മനസ്സിലാവണ്ടേ അല്ലേ? അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി പാടുക. നിങ്ങൾ അത്രേ ഉള്ളൂ. എഴുതി വെച്ചേക്കുന്നത് വായിച്ചാൽ കുറേ ആകും മോളെ. ഹരി പറഞ്ഞല്ലോ, പാടിച്ചല്ലോ മക്കളെ കൊണ്ട്. അത് കുറേയും കൂടെ ശരിയാക്കണോടാ കേട്ടോ.
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. അനുഷ്ക, എന്താ? നല്ല സോങ് സെലക്ഷൻ മോളെ. താങ്ക് യു. രണ്ട് ഘടാഘടിയർ പാടിയ പാട്ട് ഒറ്റയ്ക്ക് നിന്ന് പാടിയതിന് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. നല്ല ശബ്ദം, പക്ഷെ ആ ശബ്ദം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഈ സോങ് ആക്ച്വലി കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിലേക്ക് എത്തുമ്പോൾ ഇത് വേറെ കുറെ കുഴച്ചിട്ട് തരുന്നത് പോലെയുണ്ട്. അങ്ങനെ ഒരു 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 സ്മൂത്ത് ഫ്ലോ വരുന്നില്ല. എല്ലാം ഇടിച്ച് സംഗതി 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 സംഗതിക്ക് പ്രോമിനൻസ് കൊടുക്കേണ്ട ഒരു പാട്ടല്ല ഇത്. അല്ല, സോങ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് ആ അനുപല്ലവിയിലെ റഷ് എന്തായിരുന്നു അത് എനിക്ക് മനസ്സിലായില്ല. എങ്ങോട്ടേക്കാണ് അനുഷ്ക ഓടി പോണേന്നുള്ള കാര്യം. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു കേട്ടോ. സർ. താങ്ക് യു ഷാനിക്ക. മാർക്ക് ചോദിക്കാം. ഹരിച്ചേട്ടാ. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു? കഴിഞ്ഞ റൗണ്ടിൽ 7.2. ആ, എന്തായാലും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. 7.8. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. സെയിം 7.8. 7.8. ഓക്കേ. താങ്ക് യു സർ. ശരത് സർ. ശരത്, ഞാനും അത് തന്നെ 7.8 മോൾ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. 23.4 മാർക്സ്. കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട്. ഓക്കെ, ശരി. താങ്ക് യു.